ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല വീടുണ്ടെങ്കിൽ അല്ലെങ്കിലും ഇല്ലെങ്കിലും വീട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. വലിയ ആഡംബരമായിട്ടുള്ള വീടല്ല, ചെറിയ വീടായിരിക്കും. ചില ആൾക്കാർക്ക് പല പലതരം വീടുകളാണ്. പക്ഷെ നമ്മൾ ആ വീട്ടിൽ നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോഴാണ് ആ വീട് നല്ല എന്താ പറയുന്ന നല്ല ഒരു സ്വർഗമായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇടയ്ക്കൊക്കെ അവിടെ ഒരു ചീറ്റലൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വിരിക്കുമ്പോഴില്ലേ, നമുക്ക് നമ്മുടെ വീടൊക്കെ നല്ല ഒരു ഭംഗിയായിട്ട്, ഒരു ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് വിരിച്ചൊക്കെ ഇട്ടൊക്കെ വെക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും ഉണ്ട്. പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് മാഗ്നിസ്കേപ്സിലുണ്ട് കേട്ടോ. ഇനി ഞാനിത് പറയുന്നത്, എന്നോട് ഒരാൾ ചോദിച്ചു, ഇവിടെ വന്ന ആളാ ഇവിടെ നല്ല ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, നല്ല രസത്തിലുള്ള, ഇതൊന്നും നിങ്ങളെന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്നേ. ചില ദിവസങ്ങൾ അത് എടുക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. പിന്നെയാണ് അവർക്ക് ഇതൊക്കെ മതി, അങ്ങനെ ഇതൊക്കെ മതി എന്നുള്ളതൊക്കെ മാറ്റി ഇച്ചിരി കൂടെ നന്നായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കുറച്ച് അനുസരണയുള്ള കൊച്ചാണേ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല റണ്ണറാണ് കേട്ടോ. ഇതുപോലത്തെ റണ്ണർ നമ്മുടെ കയ്യിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രിന്റുകൾ വ്യത്യാസമുണ്ട്. ഇത് രണ്ട് എന്താ പറയുക റോസാപ്പൂവ്, ഇതിന്റെ ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള റണ്ണേഴ്സ്, ഇത് നമുക്കൊരു നല്ലൊരു പിസ്ത കളറ്, ഗ്രീൻ കളറ്, പിന്നെ പീച്ച്, പിങ്ക്, പിന്നെ ഏത് കളറാ, പിന്നെ നല്ല ഗ്രേ കളറിലൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഭയങ്കര രസമാണ്. അത് ഒരെണ്ണം അങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൽ കയറുമ്പോൾ തന്നെ നല്ല ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ നമ്മുടെ സൈഡ് ടേബിളിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്താട്ടോ റണ്ണറൊക്കെ വിരിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ റണ്ണർ വിരിക്കുന്നപ്പോഴാണെന്ന് അറിയാവോ, നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ നമുക്ക് കളയാൻ ഇഷ്ടമേ ഉണ്ടാകത്തില്ല കേട്ടോ. നമുക്കൊരു ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കും ആ ടേബിളിന് കേട്ടോ. അപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും കുഴിയോ ചീത്തയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലെടുത്ത് റണ്ണർ വിരിക്കും. അങ്ങനെ നമുക്ക് റണ്ണറിനെയൊക്കെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന അതുപോലെ വേണം നമുക്ക് ഇരിക്കാനേ. ഈ മാഗ്നിസ്കേപ്സിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. മാഗ്നിസ്കേപ്സ് തുടങ്ങിയപ്പോൾ തന്നെ ആ ടേബിൾ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് മാറ്റി. പക്ഷെ എനിക്ക് ആ ടേബിളിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സുഖം ഉണ്ടല്ലോന്നേ, അത് വേറൊരു സുഖമായിട്ട് അവിടുന്ന് മാർത്തയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആ ടേബിൾ ആക്ച്വലി പൊളിഞ്ഞ ഒരു ടേബിൾ തന്നെയായിരുന്നു എന്ന് തന്നെ പറയട്ടെ. ആഡംബരമായിട്ടുള്ള ടേബിൾ അല്ല, പക്ഷെ അതിനകത്ത് ഞാൻ നല്ല ടേബിൾ ക്ലോത്ത് ഇടുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീട് നമ്മൾ എങ്ങനെ വെക്കുന്ന പോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ബെഡ്ഷീറ്റ് വിരിപ്പ് മാത്രമല്ല കേട്ടോ വീട്ടിലെ പണിയെ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക വാം കംഫർട്ടേഴ്സും ബ്ലാങ്കറ്റ്, പിന്നെ ഇത് ബെഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സോഫ്റ്റ് ആണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സുഖമേ. ഇത് എന്താ പറയുന്നത്, ഇത് എപ്പോൾ നമ്മൾ കാണിച്ചാലും പ്രീ ഓർഡർ വരുമ്പം നമുക്ക് ഈ കളേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അതുപോലെ ഒരു 10-15 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കാണിച്ചാൽ മതിയില്ലേ കൊച്ചെന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടോ. അങ്ങനെയല്ല, എനിക്കിത് ഓരോന്ന് കാണിക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. ചില ആൾക്കാരുടെ ഓരോ സ്വഭാവങ്ങൾ. ഇത് കണ്ട, അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് വരും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇത് ഇന്ന് വാങ്ങിക്കണം, പക്ഷേ ഈ കളർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോട്ട് നമ്മൾ ഇതിൻ്റെ നമ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്യും. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ വാട്സാപ്പിലോട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇനിയുള്ളത് നല്ല 695 ബെഡ്ഷീറ്റ് ആട്ടോ. നല്ല രസമാണ്. അതായത് എന്താ പറയുക, ഈ 70 പ്രിന്റ് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, 70 പ്രിന്റ് ഒന്നും അല്ല കേട്ടോ ഇത്. അതുപോലെ കാണാനിരിക്കും, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന നല്ലൊരു ഷീറ്റ്. ഇത് കണ്ട എന്നാ രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയും ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റാണ് കാണിക്കുന്നത്. നല്ലൊരു പ്ലീസിങ് കളറാട്ടോ, നല്ലൊരു പ്ലീസിങ് കളറിലായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് വന്നിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത് കണ്ടോ, നല്ല രസമാട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള, ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള തുണിയാട്ടോ. ഈ 695 രൂപയുടെ ഞാൻ തരുന്ന ഷീറ്റ്സ്, മാഗ്നിസ്കേപ്സിൻ്റെ ഷീറ്റ് കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കില്ല, അയ്യോ ഇത് അങ്ങനെയൊന്നും ആലോചിക്കേ പാടില്ല കേട്ടോ.
നല്ല 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇനി നല്ല ചെക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി അടുത്തത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഷീറ്റാണ്. ഇതിൻ്റെ കൂടെയും 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. മറ്റേ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ് ക്യൂൺ സൈസിന് കേട്ടോ. മാഗ്നിസ്കേപ്സിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് അവിടെ 100% കറക്റ്റും ആയിരിക്കും കേട്ടോ. ഈയിടെ എൻ്റെ വീഡിയോസിന് മോളെ ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, മോളെ വീഡിയോയിൽ നല്ല എനർജി ഉണ്ട്, ഇവിടെ വന്നപ്പോൾ മോൾക്ക് ഇന്ന് എനർജി ഇല്ലല്ലോ എന്ന്. ആക്ച്വലി രാവിലെ നമ്മൾ കയറുന്ന സമയം തുടങ്ങി ഇവിടെ വൈകുന്നേരം വരെ ഞാൻ മിക്കവാറും ഇവിടെ കാണുവേ. അപ്പം ഞാൻ എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ എൻ്റെ എനർജി ഇന്നലെ ഇച്ചിരി പോയി കേട്ടോ. എനിക്ക് എനർജി ചില സമയത്ത് നമ്മൾ പോകും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലതായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. പക്ഷെ ചില സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഇവിടെ കഴിക്കാൻ എടുക്കുമ്പോഴില്ലേ, ഇവിടെയുള്ള ആൾക്കാർ പറയും വേണ്ട മേഡം അത് കഴിക്കരുത് കേട്ടോ, ഇത് കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ആ ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ. ഇനിയുള്ളത് അപ്പം എനർജിയൊക്കെ ഉണ്ട്, എല്ലാവരോടും നല്ല സ്നേഹമുണ്ട്. എന്താ പറയുന്നത്, എനർജി ഇല്ലാതെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്നാണ് എന്നോട് പറഞ്ഞു. എനർജി ഉള്ളതുപോലെ സംസാരിക്കും, എപ്പോഴും എനർജി അലർച്ചയാണ്, അതുകൊണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു സ്നേഹബന്ധത്തിൽ നടക്കുന്ന ഒരു കാര്യമാട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാണ് ഇത്, നല്ല രസമായിട്ടുള്ള. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്കും അങ്ങനെ മറ്റുള്ളവർ ഹാപ്പി ആകുന്നത് നമ്മൾ കാണാൻ പഠിക്കുവാണെങ്കിൽ, നമുക്ക് ഹാപ്പി ആയിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുവാണെങ്കിലുണ്ടല്ലോ, നമ്മൾക്ക് ഒത്തിരി സന്തോഷം കിട്ടും കേട്ടോ. ഇതൊക്കെ എന്തായി കൊച്ചി പറയുന്നത്? ബെഡ്ഷീറ്റാണ് വിൽക്കുന്നത്, വല്ല മോട്ടിവേഷൻ ക്ലാസ് ആണോന്നും ചോദിക്കരുത് കേട്ടോ. ഇത് കണ്ടോ, അടുത്ത ഷീറ്റ്, ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. നല്ല രസമില്ലേ, സൈഡ് ബോർഡർ വൈറ്റ് ആയതുകൊണ്ട് സൂപ്പർ ആട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ടുള്ള പ്രിൻ്റാണ്. നല്ല ഓലയൊക്കെ ആട്ടോ. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഓലയ്ക്കകത്ത് ഓലയുടെ ചൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെക്കേഷൻ സമയമായി കേട്ടോ ഇനി. അപ്പോൾ പണ്ട് നമുക്കുള്ള പരിപാടി, എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ചെയ്യുന്ന, നമ്മൾ അടക്കിയിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കത്തി, എന്നിട്ട് പറഞ്ഞു 10-15 പ്രാവശ്യം പറഞ്ഞു കൈ മുറിക്കില്ലേ എന്ന്. എന്നിട്ട് ഒരു കുഞ്ഞു കത്തി നിന്ന് കുറച്ച് ഓലയുടെ ഇതുപോലെ സാധനം തരും, എന്നിട്ട് എല്ലാം ഇങ്ങനെ കീറാൻ പറയും. അപ്പം ഞാനിപ്പോൾ അതാ ഓർത്ത കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേർ ഇപ്പം അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ ഒരു നല്ല രസമാട്ടോ ചെയ്യുന്നത്. മീൻസ് ലൈക്ക് രസമാണ്. നിങ്ങൾ ഇന്ന് പരീക്ഷിച്ച വേണമെങ്കിൽ കേട്ടോ. നല്ല എൻ്റെ ഗ്രാൻഡ് മദറിനെ ഇപ്പം ഞാൻ ഓർത്തത് നല്ലതായിട്ട് എന്നോട് ഇങ്ങനെ കീറിക്കുന്നു, എന്നിട്ട് എനിക്ക് നല്ല നീറ്റായിട്ട് കീറുവേ ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. എന്നിട്ട് ഈ കത്തീനെ ഭയങ്കര ക്ലീൻ ആക്കി നമ്മൾ തുടച്ചും വെക്കണം, അതൊരു പരിപാടിയായിരുന്നു കേട്ടോ. അതിനെനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമായിട്ട് നല്ല 2 കിളികൾ ഇരിക്കുന്നു കേട്ടോ. ഈ കിളികൾ കണ്ടോ, നല്ല ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാമോ, ഈ 2 കിളികൾ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന കണ്ടോ. ഇത് ബെഡ്റൂമിൽ വിരിക്കുമ്പോൾ നമുക്ക് നല്ല സ്നേഹം തോന്നും കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇതൊക്കെ ഒരു കഥ പോലെ ഞാനിങ്ങനെ പറയുമല്ലേ, ഇതൊന്നും കഥയല്ല, നമ്മൾ എപ്പോഴും അടുത്തടുത്തിരിക്കുമ്പോഴാണ് നമുക്കൊരു സ്നേഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ചുമ്മാ അങ്ങോട്ട് സ്നേഹമൊക്കെയാണ്, ചുമ്മാ അങ്ങോട്ടല്ല, സ്നേഹമൊക്കെ വേണം. അപ്പോൾ എല്ലാവരും മാഗ്നിസ്കേപ്സ് വരണം. മാഗ്നിസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, അതായത് നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. ഇതിപ്പോൾ ഓർത്ത് ഞാൻ പറയുവാണേ, ലോട്ടസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, HP വേൾഡ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള വഴിയുണ്ടല്ലോ, ആ വഴി കയറി ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ബിൽഡിംഗ് ആണ് മാഗ്നിസ്കേപ്സ്. നിങ്ങൾക്ക് അകലേന്ന് കണ്ടാൽ ഇതൊരു വീടാണെന്നേ തോന്നത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ നമുക്ക് ഫുള്ള് കടയാണ്. അപ്പോൾ സെക്കൻഡ് ഗേറ്റ് ഫുള്ള് കടയാണ്, ബാക്കിൽ ഒരുപാട് കാർ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.